പക്ഷെ കടത്തണമെങ്കിൽ ഭയങ്കര പൈസ, ഒറ്റയ്ക്കല്ലേ, വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ. അന്നൊന്നും ആരും സഹായിക്കാനില്ല അല്ലേ? സഹായിക്കത്തില്ല. അന്നൊക്കെ എനിക്ക് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവർ സഹായിക്കുമായിരുന്നു. മറ്റേ ഞങ്ങളുടെ ഹിന്ദുസൊന്നും ഒരു രൂപ, ഞാൻ പറയും ഇതിൽ കൂടെ, പത്തിൻ്റെ സഹായം ചെയ്യത്തില്ല. അവർ പിന്നെ മുസ്ലിംസ് എനിക്ക് ഒത്തിരി എൻ്റെ സെക്രിയ ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, ആലപ്പുഴയിൽ. അവിടെയുള്ള മുസ്ലിംസ് നേർച്ചപ്പെട്ടിയിലിരുന്ന പൈസ പോലും എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, നമസ്കാരം. അങ്ങനെ ഒരു ചേച്ചിയെങ്കിലും വന്ന് പറഞ്ഞല്ലോ, മുസ്ലിങ്ങളെല്ലാം നല്ല രീതിയിൽ സഹായിക്കുന്ന ആൾക്കാരാണ്, എനിക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്, എനിക്ക് വളരെ മുസ്ലിങ്ങളോട് വിശ്വാസവും സ്നേഹവും കാരുണ്യവും അതുപോലെ തന്നെ പ്രത്യേക ഒരു ജില്ലയിലെടുത്ത് പറയുകയും ചെയ്യുന്നു. ആലപ്പുഴക്കാർക്ക് ഒരുപാട് നന്ദിയും അതുപോലെ തന്നെ ഇങ്ങനെ മാതൃകപരമായിട്ട് മറ്റുള്ള ജില്ലകൾക്ക് മാതൃകപരമായിട്ട് ആലപ്പുഴയിൽ ഉള്ള ആളുകളൊക്കെ മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേച്ചീൻ്റെ ഈ വോയിസ് കേട്ടപ്പോൾ വലിയ അതിശയം തോന്നിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നെ പോലുള്ള വീഡിയോ ചെയ്യുന്ന ഓരോ മുസ്ലിമായ ആൾക്കാരുടെയും കമൻറ്റ് ബോക്സുകൾ കാണണം, വന്ന് നിറയ്ക്കും സുഡാപ്പി, തീവ്രവാദി അല്ലെങ്കിൽ തെറികൾ. അപ്പം ഞാൻ എന്താണ് ഇവർക്ക് ചെയ്തിട്ടുള്ള തെറ്റുകൾ ചുമ്മാ നമുക്കൊന്ന് പരിശോധിക്കാമല്ലോ. അപ്പം എന്നെ ഒരാൾ സുഡാപ്പി എന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെ മോശമായിട്ടൊരാൾ പറയുമ്പോൾ ഞാൻ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ട് ഉണ്ട്, ഒരുപാട് ആളുകൾക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഹൈന്ദവർക്കാണ് കിട്ടിയിട്ടുള്ളത് കൂടുതലും. അപ്പോൾ ഇതിൽ വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് ആർക്കെതിരെയാണ്? പ്രിയ സുഹൃത്തുക്കൾ, ആർക്കെതിരെയാണ്? ഒരു ഹൈന്ദവ വിശ്വാസത്തിന് നമ്മൾ അപമാനിക്കുന്നില്ല, ഒരു ഹൈന്ദവരായ ആൾക്കാരെ അപമാനിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നത് വീഡിയോ ആർക്കെതിരെ? മറുനാടൻ ചാനലിനെതിരെ ഞാൻ ചെയ്തിരുന്നു. ഇപ്പോൾ അതില്ല. കാരണം എന്താ, അയാളുടെ റീച്ച് പോയി, അയാളിപ്പോൾ വർഗീയതയും പറയുന്നില്ല, കുറച്ച് കേസ് വന്നപ്പോൾ സൈഡായി. പിന്നെ നമ്മൾ ആർക്കെതിരെയാണ് നമ്മൾ വീഡിയോ ചെയ്ത്? ലസിദാന അറിയില്ല, ഒരു കണ്ണൂരുകാരിതാ ഒരു വ്യക്തി കമൻറ്റ് ഇട്ടിരിക്കുന്നത്, അത് നമ്മളൊന്ന് വായിച്ച് നോക്കൂ. ലസിദാനെ പോലുള്ള ആൾക്കാരാണ് മുസ്ലിങ്ങൾ ശരിയല്ല എന്നുകൊണ്ട് പരത്തി വിടുന്നത്. അപ്പോൾ അവൾക്കിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? അത് പോട്ടെ. മൂന്നാമത്തത് ആരാണ്? ജറൂസിലെ ചെകുത്താൻ റീന. നാലാമത്തത് ഇപ്പോഴത്തെ വിഷം, നമ്മുടെ ഈ എന്താ പേര്, ഒരു വിഷജന്തു ഉണ്ടല്ലോ, ഹുസൈൻ, എന്തോ എനിക്ക് ആരിഫ് ഹുസൈൻ. ഈ ആരിഫ് ഹുസൈനക്കെതിരെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ദയവേത് കേൾക്കണം. ഈ റീനയും ഈ ആരിഫ് ഹുസൈനൊക്കെ ആരാണ്? മുസ്ലിം സമുദായത്തിനെയും വളരെ മോശമായി ചിത്രീകരിക്കുന്നു. അപ്പം ഞാനൊരു മുസ്ലിം എന്ന നിലയ്ക്ക് ഞാൻ അതിനെ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രതിരോധിക്കുന്നു. ഇത്രയല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇവിടെ ഞാൻ ഏതെങ്കിലും സംഖ്യകൾ അപമാനിക്കുന്നു. നിങ്ങൾ ഇവിടെ വന്നിട്ട് എനിക്കെതിരെ കമൻറ്റുകൾ ഇടുമ്പോൾ ഈ വിഷജന്തുവിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളെ ഞാൻ ട്രോളിങ് കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത്, അതായത് നിങ്ങളെ മെൻഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് വരുന്നില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങളിലേക്ക് വരുന്നില്ല. ഞാനിപ്പോൾ നേരത്തെ ആ വീഡിയോയിൽ ആരിഫ് ഹുസൈനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു, അതും ഞാൻ ഹൈന്ദവനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ, ഇത് നിങ്ങൾക്ക് കുരു പൊട്ടിയതാണ്, ഹൈന്ദവരൊന്നും ഇളക്കാൻ പറ്റില്ല എന്ന് ഒരു പേജിൽ പോലെ തെറിയായിരുന്നു അയാൾക്ക്. ഇത് തികച്ചും ഞാൻ പറഞ്ഞതുകൊണ്ട്, അത് നിങ്ങൾക്ക് ഒരു മുസ്ലിമായ ഞാൻ വന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. ഇപ്പം ഞാൻ എൻ്റെ സ്ഥാനത്ത് വേറൊരാൾ, ഒരു ലസിത എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹൈന്ദവം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് അയാളെ തെറിവായിട്ടുണ്ടാവും. മനസ്സിലായ? അപ്പോൾ ഇതാണ് വ്യത്യാസം. അപ്പം മനുഷ്യൻ്റെ മനസ്സിലുണ്ടല്ലോ നന്മയില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു സഹോദരി വന്നിട്ട്, ഞാനൊരിക്കലും യോജിക്കുന്നില്ല, ഹൈന്ദവരിലൊന്നും 10 പൈസ സഹായിക്കുന്നില്ല എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. കാരണം ഞാൻ ചാരിറ്റി ചെയ്ത ആളാണ്. ഒരുപാട് ഹൈന്ദവരായ ആൾക്കാരൊക്കെ വന്നിട്ട് എൻ്റെ ചാരിറ്റി ഗ്രൂപ്പിൽ നിന്നിട്ട് ഒരുപാട് ആൾക്കാരെ സഹായിച്ചതാണ് പ്രിയ സുഹൃത്തുക്കൾ. അതുകൊണ്ട് എനിക്ക് ആ ഒരു അഭിപ്രായമില്ല. പക്ഷെ ഞാൻ ഈ സംഖ്യകളായ ആൾക്കാരോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ആരിഫ് ഹുസൈനെതിരെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം? അയാൾ എന്ത് സത്യമാണോ വിളിച്ചു പറയുന്നത്? ഒരാളെ അപമാനിക്കുകയാണോ? അങ്ങനെയാണ് ഹൈന്ദവരുടെ മതത്തിനുള്ളിൽ എന്തെല്ലാം ആചാരങ്ങളുണ്ട്, അതായത് ദുരാചാരങ്ങളുണ്ട്, നല്ല ആചാരങ്ങളുണ്ട്, പലതുമുണ്ട്. എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അപമാനിച്ചൂടെ? അങ്ങനെ ആരെങ്കിലുമൊക്കെ മുസ്ലിങ്ങൾ പറഞ്ഞു വരുന്നുണ്ടോ? ആരും വരുന്നില്ല. ആരാ വരുന്നത് അങ്ങനെയൊക്കെ മോശമായി പറഞ്ഞിട്ട്? ഒരാളും വരുന്നില്ല.
അല്ലേ? രാഷ്ട്രീയപരമായിട്ട് സംഘടനകളെ പറഞ്ഞിട്ട് ചില വ്യക്തികൾ വീഡിയോ ചെയ്യുന്നുണ്ട്, അത് ഞാൻ ഇല്ല ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഡയറക്റ്റായിട്ട് ഹൈന്ദവരെ പറഞ്ഞിട്ട് ഒരു മുസ്ലിം വരില്ല. ഇതാണ് ഇതിൻ്റെ കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ സഹോദരിയെ പോലെ ഒരുപാട് സഹോദരന്മാർക്ക് ഹൈന്ദവർക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. ഫിറോസ് കുന്നംപറമ്പിൻ്റെ വഴിക്ക്, സാഫിഖാൻ്റെ വഴിക്ക്, ഇനി ആരൊക്കെ ചാരിറ്റി ചെയ്യുന്നു അവരുടെ പേരൊക്കെ എടുത്ത് നോക്കിയാൽ കൂടുതൽ ഹൈന്ദവർക്ക് സഹായം കിട്ടിയിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പ്രചരിപ്പിക്കുക, മുസ്ലിങ്ങളായ ആൾക്കാരൊക്കെ രാജ്യത്തിൽ വിരുദ്ധമായിട്ട് അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അത് നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടാവില്ലേ? ഇവിടുത്തെ മുസ്ലിങ്ങൾ അങ്ങനെയല്ല. എന്തായാലും നമുക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. എല്ലാവരും സ്നേഹമായിട്ട് ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാർ ഒരു മതത്തിനെയും അയാൾക്ക് ചിലപ്പോൾ വിശ്വാസമില്ലായിരിക്കും, അതിൻ്റേതായിട്ട് രീതിയിൽ വന്ന് അപമാനിക്കുമ്പോൾ നമ്മൾ അയാൾക്കെതിരെയാണ് വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ ഇവിടുത്തെ ഒരു സംഘപരിവാർക്കെതിരെയല്ല. മനസ്സിലാക്കണം. പിന്നെ രാഷ്ട്രീയപരമായിട്ട് പാർട്ടിക്കെതിരെ നീങ്ങുന്നത് അതൊക്കെ രാഷ്ട്രീയപരമായിട്ടാണ്. അത് ആര് വേണമെങ്കിൽ വന്ന് പറയാം. അത് മുസ്ലിങ്ങൾ പറയുമ്പോൾ മാത്രം വേറെ രീതിയിൽ കമൻറ്റ് അടിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും വന്ന് പറയുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി BJP പറയുന്നത് BJP മാർക്സിസ്റ്റ് പറയുന്നു, കോൺഗ്രസിനെ പറയുന്നു. അതൊക്കെ രാഷ്ട്രീയപരമായിട്ട് എടുക്കും, മതപരമായിട്ട് എടുക്കരുത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവരും നല്ല രീതിയിൽ എടുക്കുക. നമ്മൾ വീഡിയോ ചെയ്യുന്നത് നല്ല രീതിയിൽ എടുക്കുക. ഓക്കെ, നമുക്ക് അങ്ങനത്തെ ഒരു മൈൻഡൊന്നുമില്ല. നിങ്ങൾ കമൻറ്റ് കാണുമ്പോൾ നമ്മൾ നെട്ടിപ്പോവുകയാണ്, എന്തോ അത് നമ്മൾ അതിന് മാത്രം എന്തോ അവിടെ ഒന്ന് പറയുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു.